ബീറ്റോറ ഡ്രം സ്പേസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ പോസ്ചറിങ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ ഹാൻഡ് ടെക്നിക്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് സ്റ്റിക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചെല്ലാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോസ്ചറിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. നമ്മളെല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാ ഇൻസ്ട്രുമെൻറ്റും കണ്ടിട്ടുള്ളവരും അത് ഉപയോഗിക്കുന്ന ആർട്ടിസ്റ്റുകളെ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടിട്ടുള്ളവരുമാണ്. ഉദാഹരണമായി നമ്മളൊരു ഗിറ്റാർ കാണുകയാണ്. ആ ഗിറ്റാർ ഉപയോഗിക്കുന്ന ഗിറ്റാറിസ്റ്റ് എങ്ങനെയാണ് ആ ഗിറ്റാറിനെ ഹോൾഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഫ്രെറ്റ്സിൽ ഗിറ്റാർ സ്ട്രം ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് ആ ഗിറ്റാറിസ്റ്റ് ഇരിക്കുന്ന രീതി കാണുമ്പോഴാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെയാണ് ഒരു വയലിനിസ്റ്റ് ആയാലും. ഒരു വയലിൻ അയാളുടെ കയ്യിൽ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, അത് ഏത് പോസ്ചറിലിരുന്നാണ് അത് വായിക്കേണ്ടത്, എത്ര നേരം ആ ഒരു പോസ്ചറിൽ ഇരിക്കേണ്ടി വരും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ പോസ്ചറിങ്ങിൽ കൊണ്ടുവരണം എന്നുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊരു ആർട്ടിസ്റ്റിനെ നോക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെയാണ് ഒരുവിധപ്പെട്ട എല്ലാ ഇൻസ്ട്രുമെൻറ്റും, ഫ്ലൂട്ടായാലും വീണയായാലും ചെണ്ടയായാലും മൃദംഗമായാലും തബലയായാലും ഡ്രംസ് ആണെങ്കിൽ പോലും നമുക്കവിടെ പോസ്ചറിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു ആർട്ടിസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കൈകാര്യം ചെയ്യുന്ന അയാളുടെ പോസ്ചറിങ് കൊണ്ട് അയാൾ എങ്ങനെയാണ് ആ ഇൻസ്ട്രുമെൻറ്റിനെ കാണുന്നത്, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഉൾപ്പെടെ പല ആൾക്കാരും ഒരു ചെയറിൽ ഇരിക്കുന്നതായാലും ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതായാലും ഇരിക്കുന്ന രീതി പലരിലും വ്യത്യസ്തമാണ്. നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റിംഗ് പൊസിഷൻ ആയിരിക്കും എപ്പോഴും അതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആ ഒരു പൊസിഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അത് എന്തുമാത്രം സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഒരേപോലെ നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ ഷോൾഡർ പെയിൻ, നെക്ക് പെയിൻ, ബാക്ക് പെയിൻ എല്ലാം ഉണ്ടാകുന്നതിൻ്റെ കാര്യം അവരിയ്ക്കുന്ന പോസ്ചറിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിലേക്ക് കയറിയാണോ ഇരിക്കുന്നത്? ഇത് നമ്മളെ മുകളിൽ തന്നെ ഇരുന്ന് വായിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് കജോൻ അല്ലെങ്കിൽ കഹോൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇതൊരു പെർക്കുഷൻ ഇൻസ്ട്രുമെൻ്റ് ആണ്. പെർക്കുഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താളങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ 2 കൈകൾ ഉപയോഗിച്ചാണ് ഇത് വായിക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ അത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് കജോൻ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു ഹൈറ്റിനൊത്ത നമ്മുടെ ആ സിറ്റിംഗ് പൊസിഷന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റിലാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പലരും പല രീതിയിലാണ് ഇരിക്കുന്നത്. ചിലരിങ്ങനെ വളഞ്ഞു കുത്തിയിരിക്കും, ചിലരിങ്ങനെ ഞെളിഞ്ഞ് നിവർന്നിരിക്കും, പലരും പല രീതിയിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ ബോഡിക്ക് യാതൊരു വിധത്തിലുള്ള സ്ട്രെയിനും സ്ട്രെസ്സും ഉണ്ടാക്കാത്ത തരത്തിൽ വളരെ ഫ്രീ ആയിട്ട് മസിലൊക്കെ വളരെ ഫ്രീ ആയിട്ട് വിടുന്ന രീതിയിൽ വേണം നമ്മൾ എവിടെയായാലും ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന കജോന് പകരം ഒരു ഡ്രമ്മിൻ്റെ സീറ്റാണെങ്കിൽ ഡ്രമ്മിൻ്റെ ത്രോണാണെങ്കിൽ പോലും അവിടെയും ഈ ഒരു പോസ്ചറിങ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായാലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്തായാലും ഒരു സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടി നിങ്ങൾ അറേഞ്ച് ചെയ്യുന്ന സമയങ്ങളിലായാലും നിങ്ങളുടെ പോസ്ചറിങ് എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പോസ്ചറിങ് കറക്റ്റ് ചെയ്യാതെയാണ് ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ സ്ട്രെയിൻ കൂടാനും പെയിൻ കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ സൈഡ് തിരിഞ്ഞിരിക്കാം, എൻ്റെ പോസ്ചറിങ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം വളരെ ഫ്രീ ആയിട്ട് വേണം ഇരിക്കാൻ. എങ്ങും ഒരു പിടുത്തം ഒന്നുമില്ലാതെ ഒരുപാട് സ്ട്രെയിൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് വേണം നമ്മളെപ്പോഴും ഇരിക്കാൻ. അതോടൊപ്പം നമ്മുടെ ഈ ബാക്ക് നട്ടെല്ലിൻ്റെ പോർഷൻ മിക്കവരും ഇരുന്നിരുന്ന് ഇങ്ങനെ വളഞ്ഞു പോകുന്നൊരു പ്രശ്നമുണ്ട്. അവസാനം ഇങ്ങനെ കുനിഞ്ഞൊക്കെ ഇരുന്ന് തറയിൽ കുത്തിയിരിക്കുന്ന രീതിയിൽ അവസ്ഥ വരും. ഈ ഒരു രീതിയിൽ നിങ്ങളിങ്ങനെ വളഞ്ഞിരിക്കുന്ന സമയങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴുത്ത് വേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും, ഈ സൈഡിലെല്ലാം ഇൻഫ്ലമേഷൻസ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് നേരം ഒരു ഇൻസ്ട്രുമെൻറ്റിനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഡ്രംസ് എന്ന് പറയുമ്പോൾ അവിടെ 2 കൈയും 2 കാലും ഒരുപോലെ വർക്ക് ചെയ്യേണ്ട ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അവിടെ നമ്മൾ നമ്മുടെ പോസ്ചറിങ് കറക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓവറായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടായി നമുക്ക് ബാക്ക് പെയിനും നെക്ക് പെയിനും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മുടെ പോസ്ചറിങ് കറക്റ്റ് ചെയ്യുക. നമ്മൾ നിവർന്നിരിക്കുക, പരമാവധി നമ്മൾ നിവർന്നിരിക്കുക. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, പതിയെ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിവർന്നിരിക്കുക. ഇരിക്കുമ്പോൾ ഈ സൈഡ് നോക്കുക, ഒരു എൽ ഷേപ്പിൽ തന്നെ നമ്മുടെ ബോഡിയെ വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മുടെ പോസ്ചറിങ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡി ഒരു എൽ ഷേപ്പിലാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ശരീരം വളരെ ഫ്രീ ആണ് എന്ന് നിങ്ങൾ ആദ്യം ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങളുടെ 2 കൈയും മുകളിലേക്ക് കൊണ്ടുവരിക. ഈ മുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു കൈയുടെ പൊസിഷൻ ഒരുപാട് മുകളിലേക്ക് പോയാലും ഒരുപാട് താഴേക്ക് പോയാലും അവിടെ ഈ ഒരു ജോയിൻറ്റിന് സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൈ നിങ്ങളുടെ ഈ ഒരു ശരീരത്തിൻ്റെ സൈഡിൽ തന്നെ ചേർന്നിരിക്കണം. അതോടൊപ്പം കൈയുടെ ഈ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരിക. 2 കൈയും ഒരുപോലെ കൊണ്ടുവരിക.
ശരിക്കും നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് ഇരുന്ന് വായിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കയ്യിൽ സ്റ്റിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റിക്ക് നമുക്ക് എങ്ങനെയാണോ സ്റ്റിക്ക് കൊണ്ട് വായിക്കേണ്ടത് ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ പൊസിഷൻസിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിട്ടുള്ളൊരു പോസ്ചറാണ്. ഇവിടെ നമുക്ക് യാതൊരു വിധത്തിലുള്ള പിടുത്തമോ ഒന്നുമില്ല. അത് മാത്രമല്ല, വേറൊരു കാര്യം നിങ്ങൾ അറിയേണ്ടത്, ചില കുട്ടികളുണ്ട് വായിക്കുന്ന സമയങ്ങളിൽ അവരുടെ കൈ ഇതുപോലെ അറിയാതെ ഇങ്ങനെ മുകളിലേക്ക് മാറി വിങ്സ് ഉള്ള പോലെ ഇരിക്കും. നിങ്ങളിങ്ങനെ വിങ്സ് ആയിട്ടിരിക്കും, നിങ്ങൾക്ക് ചിറകുള്ള പോലെ നിങ്ങളിരുന്ന് വായിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ ഒരു ജോയിൻറ്റിന്, ഈ ഷോൾഡറിൻ്റെ ജോയിൻറ്റിന് അത് ഓവറായിട്ടുള്ള സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു പോസ്ചറിങ് നിങ്ങൾ അവിടെ ഒഴിവാക്കണം. കഴിവതും നിങ്ങളത് ഫ്രീ ആയിട്ട് വിടുക. നിങ്ങളിങ്ങനെ പൊക്കി വെക്കേണ്ട കാര്യമില്ല, അത് ഫ്രീ ആയിട്ട് വിടുക. നിങ്ങളുടെ ഈ ഒരു സൈഡിൽ തന്നെ ചേർന്നിരിക്കാനുള്ള രീതിയിൽ നിങ്ങളുടെ കൈകൾ വെക്കുക. കൈ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെയും ഒരു 90 ഡിഗ്രി ആംഗിൾ എന്നുള്ള രീതിയിൽ വെക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ്. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ റാക്ക് ടോംസും ഫ്ലോർ ടോംസും സിമ്പിൾസൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മളവിടെ ഈ പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി വെച്ച് തന്നെ വായിക്കാൻ പറ്റണമെന്നില്ല. അവിടെ നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള പൊസിഷനിൽ വായിക്കും. പക്ഷേ കൂടുതൽ സമയം നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്ന ആ ടൈമിൽ നമ്മുടെ ആ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്ത് തന്നെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി വായിച്ച് പതിയെ ബെൻഡായി പോകുന്ന ഈ ഒരു പ്രവണത എല്ലാവർക്കും ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ മസിലെല്ലാം വളരെ ഫ്രീ ആയി നിന്നാൽ മാത്രമേ നമുക്ക് ഏത് നോട്ടും അനായാസമായിട്ട് വായിക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെറിയ എക്സസൈസസ് ചെയ്ത് നോക്കുക. അതായത് മസിലിൻ്റെ ടെൻഷൻ ഫ്രീ ആക്കുന്ന തരത്തിലുള്ള എക്സസൈസസ് പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ 2 കൈയും താഴേക്ക് കുടയുന്ന രീതിയിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് വിടുക. അത് കഴിഞ്ഞ് നമ്മുടെ 2 കൈയും ഷെയ്ക്ക് ചെയ്ത് കുറച്ച് നേരത്തേക്ക് അങ്ങനെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. വളരെ ഫ്രീ ആയിട്ട്, എങ്ങും പിടിക്കാതെ വളരെ ഫ്രീ മൂവിങ് ആയിട്ട് വേണം ഈ ഒരു എക്സസൈസ് ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ കൈ ഇങ്ങനെ പൊക്കി വയ്ക്കുക, ഫ്രീ ആയിട്ടിരിക്കണം. നമ്മുടെ കൈപ്പത്തി ജസ്റ്റ് ഇതാ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടതിന് ശേഷം മുകളിലേക്ക് കൊണ്ടുവരിക, താഴേക്ക് വിടുക, വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരിക, താഴേക്ക് വിടുക, വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരിക, താഴേക്ക് വിടുക, വീണ്ടും കൊണ്ടുവരിക, താഴേക്ക് വിടുക, വീണ്ടും കൊണ്ടുവരിക, താഴേക്ക് വിടുക. ഇത് ഒരു 2-3 മിനിറ്റ് നേരം നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോഴെന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മസിൽ കുറച്ചുകൂടെ ഫ്രീ ആവും. തിരിച്ച് ആ ഒരു പൊസിഷൻ നമ്മളിങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ വിരലുകൾ മാത്രം നിവർത്തുക, മടക്കുക, നിവർത്തുക, മടക്കുക, നിവർത്തുക, മടക്കുക, നിവർത്തുക, മടക്കുക. ഇതൊരു 2 മിനിറ്റ് ചെയ്യുക. നിങ്ങളെപ്പോൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തായാലും ഈ ഒരു എക്സസൈസ് മറക്കാതെ ചെയ്യുക. അതിനുശേഷം കൈ ഫ്രീ ആയിട്ട് വിടുക. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മൾ എടുക്കുന്ന ചെയർ, ഞാനിപ്പോൾ ഇരിക്കുന്നത് കജോൻ്റെ മുകളിലാണ്. നിങ്ങൾക്ക് ഡ്രംസ് ത്രോൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്റ്റൂൾ ഉപയോഗിക്കാം. ഒരിക്കലും നിങ്ങൾ ആം റെസ്റ്റോ ബാക്ക് റെസ്റ്റോ ഉള്ള ടൈപ്പ് കസേരകൾ യൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. ചുവരിൻ്റെ സൈഡിലിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കതകിൻ്റെ ഫ്രണ്ടിലിരുന്നോ ഒക്കെ ചാരി ഇരുന്ന് വായിക്കുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെയെല്ലാം നമ്മൾ നമ്മുടെ പോസ്ചറിങ്ങിനെ മറന്നാണ് നമ്മൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. പോസ്ചറിങ് എത്ര നന്നാക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. താങ്ക് യു.